ഹായ് ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനും അമ്മയും കൂടെ ബാങ്കിലേക്കും അക്ഷയയിലേക്കും ഒക്കെ പോകുന്നുണ്ട്. സോ അതൊരു വ്ളോഗ് പോലെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ 2 ദിവസവും നമ്മൾ ഇതേ സെയിം സാധനം തന്നെയായിരുന്നു. ബാങ്കിൽ പോവുക, അക്ഷയയിൽ പോവുക, അങ്ങനെയൊക്കെ. അപ്പോൾ കം സ്പെൻഡ് ദീസ് 2 days വിത്ത് മീ. ഓക്കെ. അപ്പോൾ ഇത് ഞാൻ വേണ്ട ഡോക്യുമെൻറ്റ്സൊക്കെ എടുത്തു വയ്ക്കുന്നതാണ്. അമ്മയ്ക്ക് അവിടെ ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. സോ അമ്മയുടെ കുറച്ച് ഡോക്യുമെൻറ്റ്സും കൂടെ വേണം. അപ്പോൾ അതും കൂടെ എടുത്തു വയ്ക്കുകയായിരുന്നു. എൻ്റെ എല്ലാ ഫയലിലും സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. പക്ഷെ അമ്മേൻ്റെ കുറച്ച് സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ്. അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കുന്നതാണ് ഇത്. ആൻഡ് അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ എന്തായാലും പുറത്തൊക്കെ പോവല്ലേ, അപ്പോൾ മുഖത്തൊക്കെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മോയ്സ്ചറൈസറൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യുന്നതാണ് ഇത്. അപ്പോൾ മോയ്സ്ചറൈസർ മാത്രമാണ് ഞാൻ കാര്യമായിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യാറുള്ളൂ. പൗഡറൊക്കെ എനിക്ക് ഭയങ്കര അലർജി ഉണ്ടാക്കും. എൻ്റെ മുഖത്ത് ഭയങ്കര കുരുവൊക്കെ വരാൻ തുടങ്ങും. സോ ഞാൻ അതൊന്നും യൂസ് ചെയ്യലില്ല. പിന്നെ ലിപ്സ്റ്റിക്ക് തന്നെ നമ്മൾ ബ്ലഷായും യൂസ് ചെയ്യും, ലിപ്സ്റ്റിക്കായിട്ടും യൂസ് ചെയ്യും. സോ അങ്ങനെ ചെയ്ത്. പിന്നെ ഐലൈനറൊന്നും ഞാൻ അപ്പോൾ എഴുതാനൊന്നും നിന്നില്ല. ഒന്നാമത് നേരം വൈകി. പിന്നെ നമ്മൾ അതൊക്കെ ചെയ്യാൻ നിന്നാൽ അമ്മ എന്നെ പിടിച്ച് ആട്ടും. സോ നമ്മൾ ആട്ടും മീൻസ് ചീത്ത അറിയാം കേട്ടോ. ഓക്കെ. അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചിട്ട് നമ്മൾ അത്ര ഒരു മിനിമലായിട്ട് ജസ്റ്റ് ഇങ്ങനെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു, ലിപ്സ്റ്റിക്ക് ഇട്ടു, ബ്ലഷ് പോലെ ഇട്ടു. പക്ഷെ ബ്ലഷൊന്നും കാര്യമായിട്ട് ഇട്ടിട്ടില്ല, ചെറുതായിട്ടൊന്നും ഇട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ മാലയൊക്കെ എടുത്തിട്ട് ഡ്രസ്സ് മാറാൻ നിന്നു. ഡ്രസ്സ് മാറി മുടിയൊക്കെ കിട്ടി. പക്ഷെ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ ഓർമ്മ ഉണ്ടാവാണ്ടെയാണോ എന്താ ഉണ്ടായെന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല. ഞാൻ വോയിസ് ഓവർ ചെയ്യുന്ന 2 ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല എന്താ ഉണ്ടായതെന്ന്. ഞാനത് മാത്രം ക്ലിപ്പ് എടുക്കാൻ മറന്നുപോയി. മുടി കെട്ടുന്നതോ അല്ലെങ്കിൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നതൊന്നും എടുത്തില്ല. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ ഈ ഒരു ക്ലിപ്പ് ഇൻക്ലൂഡ് ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ തുണിക്കടയിലാണ്, ടൈലറിങ് കടയിൽ അവിടെ പോയിരുന്നിട്ട് എടുത്തതാണ്. ജസ്റ്റ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഞങ്ങളുടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റോപ്പിലേക്ക് നടന്നു. ഇത് സ്റ്റോപ്പിലെത്തിയിട്ട് ബസ്സിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ബസ് കിട്ടി നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ഇപ്പോൾ ബസ് കിട്ടാൻ കുറച്ച് ടൈം എടുത്തു. ആൻഡ് ഇത് അലങ്കാർ ബസ്സിലാണ് പോയത്. അത് തൃശ്ശൂർ ബസ്സാണ്. നമ്മളെ റൂട്ടിലുള്ളവർക്കൊക്കെ അറിയുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ആ ബസ്സിൽ പോയിട്ട് തൃശ്ശൂർ വണ്ടിയാണല്ലോ, നമ്മൾക്ക് പഴയ സ്റ്റാൻഡിൽ ഇറങ്ങാൻ പറ്റുമെന്നുള്ള ബോധം നമുക്ക് പോയില്ല. നമ്മൾ പുതിയ സ്റ്റാൻഡിൽ ഇറങ്ങി എന്നിട്ട് അവിടെ നിന്ന് നടക്കുകയാണ് ചെയ്തത്. അത് ഏറ്റവും വലിയ മണ്ടത്തരമായിരുന്നു ഇന്നത്തേൽ. ഓക്കെ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ എത്തിയിട്ട് സ്റ്റാൻഡിൽ നിന്ന് ഇങ്ങോട്ട് നടക്കുമ്പോഴാണ്, ബാങ്കിലേക്ക് നടക്കുമ്പോഴാണ് ഓർത്തത് 2 ഫോട്ടോ വേണം എൻ്റെ, അത് നമ്മൾ എടുത്തില്ല എന്നുള്ളത്. അപ്പോൾ നോക്കുമ്പോൾ ബാങ്കിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു സ്റ്റുഡിയോ ഉണ്ട്. സോ അവിടെ പോയിട്ട് നമ്മൾ ഫോട്ടോ എടുത്ത് അതിന് ശേഷമാണ് ബാങ്കിൽ പോയത്. അവിടെ പോയിട്ട് നമ്മളുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് അവരൊരു കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഇങ്ങോട്ട് തന്നു. അതൊക്കെ കംപ്ലീറ്റ് ഫില്ല് ചെയ്തിട്ട് തരാൻ പറഞ്ഞിട്ട് നമ്മൾ ഫില്ല് ചെയ്തിട്ട് പിറ്റേ ദിവസം കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞു. കാരണം നമ്മുടെ കയ്യിൽ കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫാൻസി ഫാബ്രിക്സ് അതിൻ്റെ അടുത്തുള്ള കട തന്നെയാണ്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ കുറച്ച് ഇന്നേഴ്സ് എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് നടന്നു. എൻ്റെ അനിയത്തിക്ക് യൂണിഫോം എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് യൂണിഫോം എടുക്കുന്നതാണിത്. അവിടെ പോയിട്ട് യൂണിഫോമിന് എടുത്തു കഴിഞ്ഞ് വന്നപ്പോഴത്തേനും തന്നെ അത്യാവശ്യം ടൈമായി. പിന്നെ നമ്മൾ എന്തായാലും ഇറങ്ങിയതല്ലേ വെച്ചിട്ട് ഇത് അടിക്കാനും കൂടെ കൊണ്ടുപോയി കൊടുത്തു. അടിക്കാൻ കൊണ്ടുപോയി കൊടുക്കുന്ന സ്ഥലം സ്മാർട്ട് ടൈലറിങ് സെൻ്ററാണ്. അവിടെ ആണ് ഞാൻ എൻ്റെ 8, 9, 10 യൂണിഫോം അവിടെ അടിക്കാൻ കൊടുത്തത്. അപ്പോൾ ആ ഒരു ഇതിൽ അവിടെ കൊണ്ടുപോയി കൊടുത്തതാണ്. ഓക്കെ. അപ്പോൾ ഇതമ്മ അവിടെ അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്, അത് മതി ഇത് മതി ഇങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ. അത്രയാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അമ്മ ഇങ്ങനെ ഭയങ്കര അവിടെ അത്ര രൂപയായി ഇവിടെ ഇത്ര രൂപയായി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അക്ഷയയിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ സ്റ്റാൻഡിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ ഇത് നമ്മുടെ കുന്നംകുളം ഡ്രോപ്പാണ്. അതിനുശേഷം നമ്മൾ ബസ് സ്റ്റാൻഡിൽ വന്നു. ബസ് അപ്പം ഉണ്ടായിരുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ അതിൽ കയറിയിരുന്നു പോവുകയാണ്. അപ്പോൾ ഇത് വേറെ ബസ് പോകും. എനിക്ക് അതിൽ കയറിയാലും നമുക്ക് എത്തുകയൊക്കെ ചെയ്യും. പക്ഷെ നമ്മളതിൽ കയറിയില്ല. ഇതിൽ കയറിയിരുന്നില്ല വിചാരിച്ചിട്ട് അവിടെ തന്നെ ഇരുന്ന്. പിന്നെ ഇതിൽ അങ്ങനെ പോയി. ഇതും അലങ്കാരം തന്നെയാണ്. നമ്മൾ വന്നതും അലങ്കാറില്ല, പോയതും അലങ്കാറില്ല. പക്ഷെ പാട്ടുണ്ടായിരുന്നു, അതാണ് ഇതിൽ ഹൈലൈറ്റ്. എനിക്കത് ഇഷ്ടമാണ്. പിന്നെ അവിടെ ഇറങ്ങി അക്കിക്കാവ് സ്റ്റോപ്പിൽ ഇറങ്ങി നമ്മൾ അക്ഷയയിലാണ്ട് നടന്നുകൊണ്ടിരിക്കുക. കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ അക്ഷയയിലേക്ക് എത്തി. നമ്മൾ അക്ഷയ കേന്ദ്രത്തിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴാണ് അവർ പറഞ്ഞത് പാൻ കാർഡ് കുറച്ച് പ്രശ്നമായിട്ട് കിടക്കുകയാണ്. അവിടെ നമ്മളിപ്പോൾ അപേക്ഷിച്ചാൽ എൻ്റെ പേര് ദേവിക KS എന്നാണല്ലോ. അപ്പോൾ ചിലപ്പോൾ KS എന്നുള്ളതല്ലായിരിക്കും വരിക. KSൻ്റെ എക്സ്പാൻഷൻ, അതായത് എൻ്റെ വീട്ടും പേരും അച്ഛൻ്റെ പേരും കൂടെ മിക്സ് ആയിട്ടായിരിക്കും വരിക എന്നുള്ളതാണ് അവർ പറയുന്നത്. എന്നാൽ നമ്മൾ അവിടെ നിന്ന് ചെയ്യണില്ല വെച്ചിട്ട് പിന്നെ പോകുന്നു ഇങ്ങോട്ട് വീട്ടിലേക്ക്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസത്തെ റെഡിയാവുന്ന ക്ലിപ്പോ അല്ലെങ്കിൽ പോകുന്ന ക്ലിപ്പോ ഒന്നും എടുക്കാൻ
ഞാൻ മറന്നതാണോ എനിക്ക് മൂഡില്ലാഞ്ഞിട്ടാണോ എന്നുള്ളത് എനിക്കിപ്പോൾ ഓർമ്മയില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്യാനൊക്കെ നിൽക്കണൊക്കെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു ഞാൻ ഒക്കെ മറന്നു. അത് എന്തുണ്ടായണാവോ. എനിക്ക് തൈറോയ്ഡ് ഇല്ല കേട്ടോ, അതുണ്ടോ നോക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ എന്തായാലും പോവില്ലേ, അപ്പോൾ അവിടെ ഒരു ഫാൽക്കൺ മാൾ പുതിയത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട് പോയപ്പോൾ അമ്മ ലിഫ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് കാണിക്കുന്നതാണിത്. അവിടെ നിന്ന് നമ്മൾ 2 സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിവ്യൂ നമ്മൾ പറയുന്നുണ്ട്. ഇത് ഞാൻ പിന്നെ തൈറോയ്ഡ് എടുത്ത് വന്നതിന് ശേഷം നോക്കിയായിരുന്നു, വെറുതെ വീഡിയോ എടുത്തതാണ്. തൈറോയിഡിൻ്റെ റിസൾട്ട് കിട്ടി, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് 3 പോയിൻ്റ് എത്രയുള്ളൂ, അത് നോർമലാണെന്നാണ് അവിടുത്തെ ചേച്ചി പറഞ്ഞത്. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.